പിന്നെ എന്തൊക്കെയാണ് ബസ് ഇന്നും സമരം തന്നെ അല്ലേ? സമരമാണ്. ബസ് സമരം. ആ വാ എങ്ങോട്ട് കേട്ടോ? പിന്നെ കച്ചവടത്തില്ല. അങ്ങനെ ഒന്ന് കിട്ടാൻ പറ്റും. ഇന്ന് രാവിലെ ഏകദേശം 10:30 ഭയാനകമായ ഒരു ശബ്ദത്തോടൊപ്പം ആകാശത്ത് ഒരു അഗ്നിഗോളം പ്രത്യക്ഷപ്പെട്ടതായി നിരവധി സ്ഥലങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ന് രാവിലെ പാലക്കാട് ജില്ലയിൽ ആകാശത്തുണ്ടായ ഉഗ്രസ്ഫോടനം ജനങ്ങളെ ആകെ പരിഭ്രാന്തിയിലാഴ്ത്തിയിരിക്കുകയാണ്. എന്തൊരു ശബ്ദമാണ്, ജനങ്ങളുടെ കാതടിച്ചു പോകുന്ന ശബ്ദം. ഓ, ഞാൻ എന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു ശബ്ദം കേട്ടിട്ടേ ഇല്ല. കണ്ടതാ, ഞങ്ങള് കണ്ടതാ, ശരിക്കും കണ്ടതാ. പക്ഷെ പറഞ്ഞ ആരും വിശ്വസിക്കുന്നില്ല. പാലക്കാട് ജില്ലയിലെ ആകാശസീമയിലുണ്ടായ പ്രത്യേക ശബ്ദവും സ്ഫോടനവും അഗ്നിഗോളവും ജനങ്ങളിൽ ഭയപ്പാടുണ്ടായി. ഇത് കലിയുഗം തന്നെ, ലോകം ഏതാണ്ട് അവസാനിക്കാറായി തോന്നുന്നു. ഭൂമികൾക്കൊന്നല്ല, എന്തോ ഒരു പ്രതിഭാസം, ഭയാനകമായ പ്രതിഭാസം. ഓ, ആർക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാവരും നിലവിളിച്ചുകൊണ്ട് ഓടുകയായിരുന്നു. ഞങ്ങളെല്ലാം പേടിച്ചു പോയി. ഭൂകമ്പം ആയിരിക്കുമെന്ന് ആദ്യം വിചാരിച്ചത്, പിന്നെ മനസ്സിലായത് മാനത്താണ്. പ്രകൃതിയെ നമ്മൾ തന്നെയല്ലേ നശിപ്പിക്കുന്നത്. അനുഭവിക്കാണ്ടിരിക്കില്ല, അനുഭവിച്ചോ. ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട യാതൊരു ആവശ്യമില്ല. എല്ലാം നിയന്ത്രണ വിധേയമാണ്. സർക്കാർ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞു. നാശനഷ്ടം സംഭവിച്ചവർക്ക് മതിയായ നഷ്ടപരിഹാരം ഗവൺമെന്റ് ഉടൻ നൽകുന്നതാണ്. അതിനായി നോഡൽ ഓഫീസറെ ചുമതലപ്പെടുത്തി കഴിഞ്ഞു. എല്ലാ സർക്കാർ സംവിധാനങ്ങളെയും ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു കൂട്ടായ പ്രവർത്തനമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഡീസൻ്റാവണം, മക്കളുടെമാരുമാതിരി പെരുമാറരുത്. താൻ വിഷമിക്കണ്ടു, തൻ്റെ മക്കളുടെ കാര്യമല്ലേ, ഒക്കെ ശരിയായിക്കോളും. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടോ. തൻ്റെ മൂത്തമോൻ പ്രതാപൻ, അവൻ്റെ കാര്യം, അവൻ്റെ വിദ്യാഭ്യാസം കൊടുത്തു, വളർത്തിണ്ടാക്കി. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? താൻ വിഷമിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടോ. കലികാലല്ലേ. അതെ, നമുക്കൊരു 5 മിനിറ്റ് കൂടി ഇരിക്കാം, ഒന്ന് വിശ്രമിച്ചിട്ട് ഇപ്പൊ തൻ്റെ വിഷമൊക്കെ ഒന്നും ആര് കള്ളു. താൻ വിഷമിക്കാണ്ടിരിക്കും. രാമൻകുട്ടി പറഞ്ഞില്ലേ, ഒന്നും വിഷയമുള്ള കാര്യങ്ങളില്ലാന്ന്. നല്ല മനുഷ്യൻ, നന്നായി ചിന്തിക്കും. എന്തിനാ താൻ വിഷമിക്കണേ? ആവൂ, പിന്നെ ബസ് എങ്ങനെ പറഞ്ഞു അതുകൊണ്ടോ? Yes. Yes, sir. What? What is your radar report? They couldn't track any signal, sir. Inform SUD. I need the report now. Sir, there were 3 lights. Massive, very bright, and no sound. It was just hovering around the aircraft field, sir. Get me the infrared report. It's not an aircraft or any sort of defense mechanism used by a country. What the hell is it? We got another report, sir. 4 minutes after the first sighting. It's towards northeast. How far? 282 kilometers in 40 seconds. What? Sir? Yes, sir. Sir, the Minister of Defense is online. Sir? Yes, sir. Okay, sir. Okay. What are we supposed to do, sir? Sir?
Minister says they have everything under control. Sorry, sir, but this is not under control. They don't know what they're dealing with. She's scared. Those lights, bright lights, she said. She couldn't take her eyes off it. Things were not the same from last 2 days. അവൾ എന്ത് കണ്ടു അതെനിക്കറിയില്ല. ഞാൻ എന്ത് വിശ്വസിക്കണം അതും എനിക്കറിയില്ല. ആരെങ്കിലും കാണിച്ചേ പറ്റും. അവളിങ്ങനെ കഷ്ടപ്പെടുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. Would you think the same as others do? No. But I feel she needs your support and strength. അവൾ നോർമൽ ആകുന്നത് വരെ നിങ്ങൾ രണ്ടുപേരും കുറച്ച് ദിവസം മാറി നിൽക്കും. എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് കുറച്ച് ദിവസം മാറി നിൽക്കാം. ആ രാത്രിയെക്കുറിച്ച് മറ്റെന്തെങ്കിലും അവൾ പറഞ്ഞോ? ഐ മീൻ എന്തിൻ്റെങ്കിലും ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടതായിട്ടോ മറ്റോ? എനിത്തിങ് എൽസ് ദാറ്റ് ഷീ സോ ഔട്ട് ദേർ? ഇല്ല. എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? നത്തിങ്.